ഓം നമോ ഭഗവതേ വാസുദേവായ. സച്ചിദാനന്ദരൂപായ വിശ്വോൽപത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ശ്രീനാരായണ കവചത്തിലെ 26-ാമത്തെ ശ്ലോകം. ത്വം തിക്മധാരാസി വരാരി സൈന്യമീശ പ്രയുക്തോ മമ ചിന്തി ചിന്തി ചക്ഷൂംഷി ചർമ്മം ചന്ദ്രച്ഛാദയ ദിശാമഖോനാം ഖരപാപചക്ഷുഷാം. വ്യാഖ്യാനം. ഹേ മൂർച്ചയേറിയ വാളുകളുടെ രാജാവേ, പരമപുരുഷനായ പരമപുരുഷനെ കൊണ്ട് നീ ഏർപ്പെട്ടിരിക്കുന്നു. ദയവായി എന്റെ ശത്രുക്കളുടെ പടയാളികളെ കഷ്ണങ്ങളാക്കി മുറിക്കുക. ചന്ദ്രസമാനമായ 100 വൃത്തങ്ങളാൽ അടയാളപ്പെടുത്തിയ കവചമോ പാപിയായ ശത്രുക്കളുടെ കണ്ണുകളെ ദയവായി മൂടുക. അവരുടെ പാപക്കണ്ണുകൾ പറിച്ചെറിയുക. ഇതാണ് ഈ ശ്ലോകത്തിലൂടെ പറയുന്നത്. ഇനി 27-ാമത്തെയും 28-ാമത്തെയും ശ്ലോകം വായിക്കാം. അതിനുശേഷം അർത്ഥം പറയാം. എന്നോ ഭയം ഗൃഹേഭ്യോ ഭൂത് കേതുഭ്യോ നൃഭ്യേവ ച സരീസൃഭേഭ്യോ ദംഷ്ട്രിഭ്യ ഭൂതേഭ്യോ മുഹോഭ്യേവ വാ. സർവാണ്യേതാനി ഭഗവൻ നാമരൂപാസ്ത്രകീർത്തനാത് പ്രയാന്തു സംശയം സദ്യ യേന ശ്രേയ പ്രദീപകാ. വ്യാഖ്യാനം. പരമപുരുഷനായ പരമപുരുഷന്റെ അതീന്ദ്രിയമായ നാമം, രൂപം, ഗുണങ്ങൾ, സാമഗ്രികൾ എന്നിവയുടെ മഹത്വം നമ്മെ ദോഷകരമായ ഗ്രഹങ്ങൾ, ഉൽക്കകൾ, അസൂയാലുക്കളായ മനുഷ്യർ, സർപ്പങ്ങൾ, തേളുകൾ, കടുവ, ചെന്നായ് തുടങ്ങിയ മൃഗങ്ങളുടെ സ്വാധീനത്തിൽ നിന്ന് നമ്മെ സംരക്ഷിക്കട്ടെ. അത് പ്രേതങ്ങളിൽ നിന്നും ഭൂമി, ജലം, അഗ്നി, വായു തുടങ്ങിയ ഭൗതിക ഘടകങ്ങളിൽ നിന്നും നമ്മെ സംരക്ഷിക്കട്ടെ. കൂടാതെ മിന്നലിൽ നിന്നും നമ്മുടെ മുൻകാല പാപങ്ങളിൽ നിന്നും നമ്മെ സംരക്ഷിക്കട്ടെ. നമ്മുടെ മംഗളകരമായ ജീവിതത്തിന് ഈ തടസ്സങ്ങളെ നാം എപ്പോഴും ഭയപ്പെടുന്നു. അതിനാൽ ഹരേ കൃഷ്ണ മഹാമന്ത്രത്തിന്റെ ജപത്താൽ അവയെല്ലാം പൂർണ്ണമായി നശിക്കപ്പെടട്ടെ എന്നാണ് ഈ ശ്ലോകങ്ങളിലൂടെ പറയുന്നത്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീഹരേ നമ. ശ്രീഹരേ നമ. ശ്രീഹരേ നമ.